ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ സവാള, ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് വേണ്ടത്. അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് പിന്നെ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. 150 ഗ്രാം കടലമാവാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ഇടത്തരം വലിപ്പമുള്ള 2 സവാളയും അധികം എരിവില്ലാത്ത 3 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 2 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളി ഒരുപാട് കനം കുറച്ച് അരിയാതെ ഒരല്പം കനത്തിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കരുത്. അല്പം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി ഇളക്കിയെടുത്ത് എല്ലാം ഉപ്പും മഞ്ഞളും എല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലായിടത്തും എത്തുന്ന പോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ ഷോർട്സ് മാത്രമേ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇത് നമ്മൾ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് പൊത്തി വെച്ചിട്ട് ഇത് അധിക സമയം വെക്കാൻ പാടില്ല കേട്ടോ. അതിന് വെള്ളം കിനിഞ്ഞിറങ്ങും. ഉടനെ തന്നെ നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട്, ഞാനിവിടെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കുക്കിംഗ് ഓയിലായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കാറ്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, അല്പം മാത്രം ഉണ്ടാക്കാനുള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ഈ മാവ് ആവശ്യത്തിന് വലുപ്പത്തിൽ ഇട്ടിയെടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം മാത്രം നല്ല ചുമന്ന് ഇരിക്കും. അത് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകം വെന്ത് കാണില്ല. അത് കാരണം നമ്മൾ തീയിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് സമയം ഒരു ഭാഗം മാത്രം എണ്ണയിലിടരുത്. നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുവിധം ആവാനായിട്ടുണ്ട്. ഞാൻ ഒത്തിരി മുരിച്ചെടുക്കുന്നില്ല. കാര്യം ഇത് ഉടനെ തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് ആവശ്യത്തിന് വെന്തു എന്ന് തോന്നുമ്പോൾ തന്നെ ഞാൻ എടുത്ത് മാറ്റുകയാണ്. കുറേ സമയം വെച്ച് ഇരിക്കുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, എനിക്കൊരു സപ്പോർട്ട് തരണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും എനിക്കൊരു സപ്പോർട്ട് തരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉള്ളിവട വെന്ത് വന്നിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് നമ്മൾ മാറ്റി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മാവ് അല്പം കൂടെയൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അതും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഒരുപാട് ഒന്നും കിട്ടില്ലല്ലോ. 150 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരുപാട് വടകളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ മാത്രം ഉണ്ടാവില്ല. ഇത് ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ടേസ്റ്റ് നോക്കി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സപ്പോർട്ടും, എൻ്റെ ചാനലൊന്ന് സബും ചെയ്യണം.